നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ജോലിക്കാരെ പിരിച്ചുവിടുന്നു. UK-യിൽ ജോലി ചെയ്യുന്നവർക്ക് കനത്ത തിരിച്ചടിയാകുന്നു എന്നുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ UK പ്രധാനമന്ത്രി എടുത്തിരിക്കുന്നത്. 2100-ലധികം ജോലികളിൽ നിന്നുള്ള ആളുകളെ ഇപ്പോൾ പിരിച്ചുവിടാനുള്ള പരിഗണനയിലാണ് എന്നുള്ളതാണ് സൂചന. നിലവിൽ UK നേരിട്ടുകൊണ്ടിരിക്കുന്ന പൊതു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മറികടക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സിവിൽ സർവീസ് ചുരുക്കാൻ വേണ്ടി പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ശ്രമം തുടങ്ങിയതെന്നാണ് വിവരം. ഇതിന്റെ ഭാഗമായി UK-യിലെ ഒരു സർക്കാർ വകുപ്പ് ജീവനക്കാരെ 1/3 കുറയ്ക്കാനുള്ള തീരുമാനമാണ് ഉദ്യോഗസ്ഥർ എടുക്കുന്നതെന്നതാണ് റിപ്പോർട്ടുകൾ. മറ്റു വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷ് സംസ്ഥാനത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ക്യാബിനറ്റ് ഓഫീസിന് അടുത്ത് 2 വർഷത്തിനുള്ളിൽ 2100 ജോലികൾ നഷ്ടപ്പെടുമെന്ന് സർക്കാർ വൃത്തങ്ങൾ സൂചന നൽകിയിരിക്കുകയാണ്. ഏകദേശം 1200 ജീവനക്കാർ പിരിച്ചുവിടൽ മൂലം ജോലിയിൽ നിന്ന് വിട്ടുപോകേണ്ടി വരുമെന്നും 900-ലധികം പേരെ മറ്റ് മന്ത്രാലയങ്ങളിലേക്ക് മാറ്റി ജോലിയിലേക്ക് മാറ്റുമെന്നുമാണ് സൂചന. നിലവിൽ ഈ വകുപ്പിൽ ഏകദേശം 6500 പേരാണ് ജോലി ചെയ്തു വരുന്നത്. പൊതുജനങ്ങളെ മികച്ച രീതിയിൽ സേവിക്കുന്നതിനും സർക്കാരിനെ പിന്തുണയ്ക്കുന്നതിനും കഴിയുന്ന തരത്തിൽ ക്യാബിനറ്റ് ഓഫീസിനെ കൂടുതൽ തന്ത്രപരവും വിദഗ്ധവും ചെറുതുമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതികൾ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടിയെന്നാണ് ക്യാബിനറ്റ് ഓഫീസ് വക്താവ് വ്യക്തമാക്കുന്നത്. കൂടുതൽ ചടുലമായ ഒരു രാഷ്ട്രം സൃഷ്ടിക്കുന്നതിനായി ബ്രിട്ടനിലെ 5 ലക്ഷത്തിലധികം അംഗം സിവിൽ സർവീസിന്റെ വലുപ്പം കുറയ്ക്കുന്നതിനും ബ്യൂറോക്രസിയുടെ ചെലവ് കുറയ്ക്കുന്നതിനും സ്റ്റാർമർ പ്രതിജ്ഞയെടുക്കുന്നതിന് ശേഷം ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ മാസം ധനമന്ത്രി റേച്ചൽ റീവ്സ് പറഞ്ഞതുപ്രകാരം 4 വർഷത്തിനുള്ളിൽ സർക്കാർ നടത്തിപ്പിനുള്ള ചെലവ് 15% കുറയ്ക്കാൻ പദ്ധതിയിടുന്നു എന്നാണ് നൽകിയിരിക്കുന്ന സൂചന. ഇത് വാർഷിക ലാഭം 2.2 ബില്യൺ പൗണ്ടായി ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടിയെന്നുമാണ് വിവരം. എത്ര പേർക്ക് ജോലി നഷ്ടപ്പെടുമെന്ന് തീരുമാനിക്കേണ്ടത് വ്യക്തിഗത വകുപ്പുകളാണ് എന്നും എന്നാൽ 10,000 പേരെ അടക്കം കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട് എന്നും റീവ്സ് മുന്നറിയിപ്പ് നൽകിയതാണ്. ഇതേസമയം മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ പ്രധാനമായി കുടിയേറ്റത്തിന് തിരഞ്ഞെടുക്കുന്ന രാജ്യങ്ങളിൽ ഒന്നു തന്നെയാണ് UK. പ്രതിവർഷം നിരവധി പേരാണ് ഉപരിപഠനത്തിനടക്കം ഇവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ UK-യിൽ എത്തിക്കഴിഞ്ഞാൽ മികച്ച ജോലി സ്വന്തമാക്കാമെന്നുള്ള ആ ഒരു ചോദ്യവും അതിന്റെ ഒരു പ്രതീക്ഷയും ഒക്കെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ബിരുദവും ബിരുദാനന്തര ബിരുദവും കഴിഞ്ഞവരെങ്കിലും ഉയർന്ന ശമ്പളത്തിനൊരു ജോലി ഇവിടെ തരപ്പെടുത്തിയെടുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് അങ്ങോട്ട് പോകുന്നതെങ്കിൽ അവിടെയുള്ള ആളുകളെ അടക്കം പിരിച്ചുവിടുന്ന രീതിയിലാണ് ഇപ്പോൾ നടപടി എന്നതാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഇതിനിടയിൽ ഇപ്പോൾ ആശങ്കയേറി മറ്റൊരു കണക്ക് കൂടെ UK-യിൽ നിന്ന് പുറത്തു വന്നതടക്കം ചർച്ചയാകുന്നുണ്ട്. അതായത് തൊഴിലവസരങ്ങൾ രാജ്യത്ത് കുറയ്ക്കുമെന്നുള്ള രീതിയിൽ തന്നെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതേസമയം ജോലി അപേക്ഷകരുടെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിച്ചു വരികയാണ് എന്നും പക്ഷേ ഇതിന്റെ അവസരങ്ങൾ കുറഞ്ഞു വരികയാണ് എന്നും തന്നെയാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് കൂടെ എടുത്തു വെച്ച് നോക്കുമ്പോൾ ഇനി അങ്ങോട്ടോ UK-യിൽ ഒരു തൊഴിലവസരം ലഭ്യമാകുമോ എന്ന കാര്യങ്ങൾ അത് തികച്ചും ആശങ്കാജനകം തന്നെയാണ്.